എഡ്യു വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് സോഷ്യൽ സയൻസ് പാർട്ട് 1 മൊഡ്യൂൾ 1 റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് എന്ന പാഠഭാഗത്തിൻ്റെ ശ്രീനാരായണ ഗുരു എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അദ്ദേഹം 1856 ജനിക്കുകയും 1928 മരിക്കുകയും ചെയ്തു. അദ്ദേഹം ജനിച്ചത് 20 ഓഗസ്റ്റ് 1856. ബർത്ത് പ്ലേസ് ചെമ്പഴന്തി. ഹൗസ് നെയിം വയൽവാരം വീട്. ഫാദർ മാതനാശാൻ, മദർ കുട്ടിയമ്മ. ചൈൽഡ്ഹുഡ് നെയിം നാരായണൻ, നാണു ആശാൻ. ഡൈഡ് 20 സെപ്റ്റംബർ 1928. ഫാദർ ഓഫ് കേരള റിനൈസൻസ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. പേഴ്സൺസ് പോപ്പുലർലി നോൺ ആസ് രാജശില്പി ഓഫ് കേരള റിനൈസൻസ് ശ്രീനാരായണ ഗുരു. ദി Renaissance leader who is also known as Nanu Ashan, Srinarayana Guru. The person who called Srinarayana Guru as the second Buddha, G. Shankarakurup. അതായത് ശ്രീനാരായണ ഗുരുവിനെ സെക്കൻഡ് ബുദ്ധ എന്ന് വിളിച്ചത് ജി ശങ്കരക്കുറുപ്പ്. ദി കേവ് അറ്റ് മരുതമലൈ where നാരായണ ഗുരു attained enlightenment and meditated for many years. അതായത് ശ്രീനാരായണ ഗുരു മെഡിറ്റേഷൻ ചെയ്തിട്ടുള്ള മടയുടെ പേരാണ് പിള്ളത്തടം ഗുഹ. മരുതമലൈ ദി മെഡിറ്റേഷൻ പ്ലേസ് ഓഫ് ഗുരു ഈസ് ലൊക്കേറ്റഡ് ഇൻ. അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ മെഡിറ്റേഷൻ പ്ലേസ് മരുതമലയിലെ എവിടെയാണ് കന്യാകുമാരി. ഗുരു സ്റ്റാർട്ടഡ് എ സ്കൂൾ അറ്റ് അഞ്ചുതെങ്ങ്. അദ്ദേഹം സ്ഥാപിച്ച അഞ്ചുതെങ്ങിലെ സ്കൂള് എന്നാണ് 1881. ശ്രീനാരായണ ഗുരു ഫൗണ്ടഡ് ശിവഗിരി മഠം സ്ഥാപിച്ചത് 1904. ദി ഇയർ വിച്ച് ട്രാവൻകൂർ ഗവൺമെൻറ് എക്സംപ്റ്റഡ് ശ്രീനാരായണ ഗുരു ഫ്രം അറ്റൻഡിങ് കോർട്സ്. അതായത് ശ്രീനാരായണ ഗുരുവിനെ കോർട്ടിൽ നിന്നും വരാൻ എക്സംപ്റ്റ് ചെയ്ത വർഷം 1904. ഗുരു ഓഫ് ശ്രീനാരായണ ഗുരു ഇൻ സാൻസ്ക്രിറ്റ് ആൻഡ് വേദാന്ത ഫിലോസഫി. വേദാന്തത്തിലും സാൻസ്ക്രിറ്റിലും ശ്രീനാരായണ ഗുരു ആരായിരുന്നു? പേട്ടയിൽ രാമൻ പിള്ളൈ ആശാൻ. ഗുരു ഓഫ് ശ്രീനാരായണ ഗുരു ഇൻ യോഗയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരു തൈക്കാട് അയ്യ. ദി യോഗ ഫോം ലേൺഡ് ബൈ ഗുരു ഫ്രം തൈക്കാട് അയ്യ. തൈക്കാട് അയ്യയിൽ നിന്നും ശ്രീനാരായണ ഗുരു യോഗ പഠിച്ചത് ആരിൽ നിന്നും? തൈക്കാട് അയ്യ. ദി യോഗ ഫോം ലേൺഡ് ബൈ ഗുരു ഫ്രം തൈക്കാട് അയ്യ. ആ തൈക്കാട് അയ്യയിൽ നിന്നും നേടിയ യോഗയുടെ പേര് ഹതയോഗ. ദി സോഷ്യൽ റിഫോമർ ഹു വാസ് ഡിക്ലെയർഡ് ആസ് ദി നാഷണൽ സെയിൻറ്റ് ഇൻ ദി സെൻസസ് റിപ്പോർട്ട് ഓഫ് ട്രാവൻകൂർ ഇൻ 1911. 1911 ഏത് സോഷ്യൽ റിഫോമറാണ് ഡിക്ലെയർഡ് ആസ് നാഷണൽ സെയിൻറ്റ് അതായത് ദേശീയ സന്യാസി എന്നറിയപ്പെട്ടത്? ശ്രീനാരായണ ഗുരുവാണ്. അദ്വൈതാശ്രമം അറ്റ് ആലുവ വാസ് ഫൗണ്ടഡ് ഇൻ. ആലുവയിലെ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1913. ശ്രീനാരായണ ഗുരുവാണ് സ്ഥാപിച്ചത്. ദി ഓർഗനൈസേഷൻ ഓഫ് ശ്രീനാരായണ ഗുരു വിച്ച് ഹാസ് ദി മോട്ടോ ഓം സഹോദര സർവത്ര എന്ന പേരിൽ അറിയപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ ഓർഗനൈസേഷൻ ഏതാണ്? അദ്വൈതാശ്രമം. ശ്രീനാരായണ ഗുരു ഹാഡ് കണ്ടക്റ്റഡ് ആൻ ഡൈനിങ് ബൈ ഇൻക്ലൂഡിംഗ് ഓൺലി പുലയ കമ്മ്യൂണിറ്റി സ്റ്റുഡൻസ് ഇൻ. അതായത് ശ്രീനാരായണ ഗുരു പുലയ കമ്മ്യൂണിറ്റിയുമായി ചേർന്ന് ഒരു ഡൈനിങ് അതായത് സമൂഹ സദ്യ സംഘടിപ്പിച്ചു. അതെന്നാണ്? 1915. ഫൗണ്ടർ ഓഫ് ശ്രീനാരായണ സേവാ ആശ്രമം അറ്റ് കാഞ്ചീപുരം. ശ്രീനാരായണ ഗുരുവിൻ്റെ കാഞ്ചീപുരത്തുള്ള നാരായണ സേവാ ആശ്രമം സ്ഥാപിതമായത് 1916. ഗോവിന്ദ ആനന്ദ സ്വാമികളാണ് അതിൻ്റെ ഫൗണ്ടർ. ശ്രീനാരായണ ഗുരു സ്റ്റാർട്ടഡ് എ സാൻസ്ക്രിറ്റ് സ്കൂൾ ഇൻ 1916. 1916 ശ്രീനാരായണ ഗുരു ഒരു സംസ്കൃത സ്കൂൾ തുടങ്ങി. അതെവിടെയാണ്? ആലുവയിലാണ്. ശ്രീനാരായണ ഗുരു ഈസ് ദി ഓൺലി കേരളൈറ്റ് ഹൂസ് ബർത്ത് ആൻഡ് ഡെത്ത് ആനിവേഴ്സറീസ് ആർ ഡിക്ലെയർഡ് ഹോളിഡേയ്സ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള. അതായത് ഒരു കേരള ഗവൺമെൻറ് ബർത്ത് ആനിവേഴ്സറിയും ഡെത്ത് ആനിവേഴ്സറിയും ഹോളിഡേ ആയി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. ദി സെയിൻറ്റ് ഹൂം ശ്രീനാരായണ ഗുരു വിസിറ്റഡ് അറ്റ് തിരുവണ്ണാമലൈ. ശ്രീനാരായണ ഗുരു തിരുവണ്ണാമലയിൽ വിസിറ്റ് ചെയ്ത സെയിൻറ്റ് സന്യാസി ആരായിരുന്നു? രാമണ്ണ മഹർഷി. 1916 വിസിറ്റ് ചെയ്തത്. ദിസ് ഈസ് ദി ഓൺലി ഇൻസ്റ്റൻസ് വെൻ ഗുരു വിസിറ്റഡ് അനദർ പേഴ്സൺ. അതായത് ശ്രീനാരായണ ഗുരു വിസിറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു വ്യക്തി ആണ് ഒരേ ഒരു വ്യക്തിയാണ് രാമണ്ണ മഹർഷി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ ബാക്കി ഭാഗങ്ങളുമായി കാണാം. താങ്ക് യു.